നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം. ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാനായി ഏവരും ശ്രദ്ധിക്കുക. 15 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ദിവസഫലമാണ്. നാളത്തെ ദിവസം ശുഭകരമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ചില ശുഭകരമായ വാർത്തകൾ വരെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അത്രത്തോളം ഭാഗ്യദായകമായ ദിനമാണ് നാളത്തെ ദിവസം. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി, അതായത് പരിഹാരമായി പറയുന്ന കാര്യം ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ 15 നക്ഷത്രക്കാരാരൊക്കെയെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം സുഹൃത്തുക്കൾ നിമിത്തം സന്തോഷം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചില സാമ്പത്തിക ഇടപാടുകൾ നിമിത്തം കുറച്ച് ധനമൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹ സമയമായി നിൽക്കുന്ന ആളുകൾക്ക് ഉത്തമ വിവാഹ ആലോചന, അത് മേടൻ രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഉത്തമമായൊരു വിവാഹ ആലോചന നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അത് സുഹൃത്തുക്കൾ മുഖേനയായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബ്രോക്കർ മുഖേനയോ. അത് എങ്ങനെയായാലും ഒരു വിവാഹ ആലോചന നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഒരുപാട് നാളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ പാരിതോഷികം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ പാരിതോഷികമായിട്ട് അത് ചിലപ്പോൾ ധനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊന്നാടയായിട്ടായിരിക്കാം. എങ്ങനെയായാലും ഒരുപാട് നാളുകൾക്ക് മുന്നേ മുതൽ നിങ്ങൾ തേടി കാത്തിരുന്ന, അല്ലെങ്കിൽ എനിക്കത് ലഭിക്കണമെന്ന് കാത്തിരുന്ന ഒരു സന്തോഷകരമായൊരു കാര്യം കൂടി മേടം രാശിക്കാരായ ആളുകൾക്ക് നാളെ സംഭവിക്കുന്നതാണ്. നാളത്തെ ദിവസം കുടുംബത്തിലെ തലമുതിർന്ന അല്ലെങ്കിൽ മൂത്ത ഒരാളിൽ നിന്ന് സന്തോഷകരമായ വാക്കുകൾ ശ്രവിക്കാനും അവരിൽ നിന്ന് ചില ശുഭകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാനും നിങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ ലഭിക്കുവാനും ഒക്കെ ഭാഗ്യം കാണുന്നുണ്ട്. ചില കള്ളങ്ങൾ കൂടി കേൾക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ടാകും. അത് അല്പം വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കും. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ നിന്ന് കള്ളത്തരം, അതായത് അദ്ദേഹം ചെയ്ത തെറ്റിനെ ചിലപ്പോൾ മറച്ചുകൊണ്ടൊരു കള്ളത്തരമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിജസ്ഥിതി അറിയുന്ന സ്ഥിതിക്ക് ആ കള്ളം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് നാളത്തെ ദിവസം നിങ്ങൾക്ക് അല്പം വേദനയൊക്കെ സമ്മാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നിമിത്തം ഒരു അല്പം വിഷമം ഉണ്ടാകും എന്നതൊഴിച്ചാൽ മേടം രാശിക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനമാണ്. പ്രത്യേകിച്ച് ദുർഗാപ്രീതി വരുത്തുന്നതും ദുർഗാ അഷ്ടോത്തരം ജപിക്കുന്നതുമൊക്കെ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണ്. വെള്ളിയാഴ്ച ദിവസമായതിനാൽ തന്നെ ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്താനൊന്ന് ശ്രമിക്കുക. ഇനി പ്രണയിക്കുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, എന്തെങ്കിലുമൊക്കെ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് നാളത്തെ ദിവസം നിങ്ങളൊരു ചുവന്ന നിറത്തിലുള്ള തൂവാല കയ്യിൽ കരുതുന്നത് ഉത്തമമാണ്. ചുവന്ന നിറത്തിലൊരു അല്പം തുണിയായാലും അത് പോക്കറ്റിലൊന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. പ്രണയിക്കുന്നവർക്ക് ചുവന്ന നിറം, അത് എത്രത്തോളം ഒരു റോസാപ്പൂ പുഷ്പമായാലും മതി, അതായാലും നിങ്ങൾ പോക്കറ്റിലൊന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. അതല്ലെങ്കിൽ ഒരു ചുവന്ന തൂവാല നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. അതും അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രത്തിനകത്തൊരു ചുവപ്പ് കലർന്ന ഒരു നിറമാണെങ്കിലും അത് വളരെയധികം ശോഭിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും നാളത്തെ ദിനം. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ അനിവാര്യമാണ്. കാരണം എന്തെന്നാൽ മറ്റു ചില ആളുകൾ ചെയ്ത കുറ്റത്തിൻ്റെ പഴി ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. നിങ്ങൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ചില തെറ്റുകൾ മറ്റുള്ളവരാൽ ചെയ്യപ്പെട്ടതിന് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മുതൽ ഒരു സേവിങ്സ് തുടങ്ങാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഒന്നുമില്ല, ഓട്ടക്കാലണ അല്ലെങ്കിൽ ഓട്ട പോക്കറ്റാണുള്ളത്, ധനമൊന്നും വരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം മുതൽ ഒരു കുടുക്കയ്ക്കകത്തായാലും ഒരു 10 രൂപ വീതമെങ്കിലും ഇട്ട് ഒരു സേവിങ്സ് തുടങ്ങാൻ ചിന്തിക്കുക. പല തുള്ളി പെരുവെള്ളം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു 10 രൂപയെങ്കിലും ഇട്ടൊന്ന് നോക്ക്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു മാറ്റമുണ്ടാകും. അത് ആ കുടുക്ക വീണ്ടും പൊട്ടിച്ചെടുക്കാമെന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് ഭഗവതിയുടെ, ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഉണ്ടാകും. അപ്പോൾ ചെറിയൊരു കുടുക്ക, അത് കുട്ടികളാണെങ്കിൽ പോലും, കർക്കിടകം രാശിയിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് ഇപ്പോഴേ ഒരു സമ്പാദ്യശീലം ഒന്ന് വളർത്തിയെടുക്കാനായി ശ്രമിക്കുക. അതൊരു മാറ്റം നിങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനും നാളത്തെ ദിവസം കാരണമാകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉത്തമമായ ദിനമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായ ഒരു ദിനമാണ്.
ചില ബന്ധുക്കളൊക്കെ നാളത്തെ ദിവസം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്നതിനാൽ തന്നെ അവർക്കെല്ലാം ഭക്ഷണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ഒരു വെപ്രാളവും, അതുമാത്രമല്ല ഒരു സന്തോഷ ദിനം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു ബന്ധു നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ദിനമാണ്. നിങ്ങൾ നാളത്തെ ദിവസം പാൽ, തൈര് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഉത്തമമാണ്. രാവിലത്തെ സമയം പ്രഭാതത്തിൽ തന്നെ അല്പം പാൽ കുടിക്കുന്നതും ഉച്ചയ്ക്ക് ചോറിൽ തൈര് കഴിക്കുന്നതുമൊക്കെ നാളത്തെ ദിവസം വളരെയധികം ഉന്മേഷത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാനായിട്ടും സഹായിക്കുന്നതാണ്. നാളത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ഒരു രഹസ്യങ്ങളും ഇനി എന്തു തന്നെയായാലും ആരുമായും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക. ചിലപ്പോൾ നാളത്തെ ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ചില കാര്യങ്ങൾ പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് വിനയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം ഒരു രഹസ്യവും ആരുമായും പരസ്യമാക്കാൻ പോകാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വസ്ത്രങ്ങൾ അണിയുന്ന കാര്യത്തിലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ മൈനസ് മാർക്ക് വരാനുള്ള സാധ്യത കാണുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം ചിങ്ങൻ രാശിക്കാരായ ആളുകൾ എങ്ങോട്ട് പോകാൻ തുനിഞ്ഞാലും നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു ശ്രദ്ധ, എങ്ങനെയാണ് നമ്മൾ നീറ്റാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്ന ഒരു ദിനം കൂടിയാണ്. നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ജീവിതത്തിലൊരു സമാധാനം ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചിങ്ങൻ രാശിയിൽ പെടുന്ന ആളുകൾ നാളത്തെ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ട് അവിടെ ഒരു മൈനസ് മാർക്ക് വന്നു പോയാൽ എല്ലാം തകിടം മറിയും. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന നാളത്തെ ദിവസം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഡ്രസ് കോഡ് വളരെയധികം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂ ഒക്കെ നാളത്തെ ദിവസം എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ വിജയം ഉണ്ടാകാനായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഒഴുക്കുവെള്ളത്തിൽ ഒരു നാളികേരം ഒന്ന് ഒഴുക്കി വിട്ടു നോക്ക്. അപ്പോൾ ആ പോകുന്ന കർമ്മത്തിൽ വിജയമുണ്ടാകും. അതായത് ഒഴുക്കുവെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. വെള്ളം നല്ല ശക്തിയിൽ ഒഴുകുന്ന വെള്ളമായിരിക്കും. മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വെള്ളമെല്ലാം ശക്തമായിട്ട് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഒഴുക്കുവെള്ളത്തിൽ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഒന്ന് ഇട്ട് നോക്കുക. നിങ്ങൾ ആ പോകുന്ന പ്രവൃത്തിയിലും മാറ്റമുണ്ടാകും. നാളെ ശുഭകരമായ ദിനം തന്നെയാണ്. എങ്കിലും ഈ കാര്യം ഒന്ന് ചെയ്താൽ ആ ശുഭം വളരെയേറെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ആരോഗ്യ സംബന്ധമായി വളരെയധികം ഉന്മേഷം തോന്നുന്ന ഒരു ദിനമായിരിക്കും നാളെ. ചുറുചുറുക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായി സാധിക്കും. പണം ചിലവാക്കുന്ന കാര്യത്തിൽ നാളത്തെ ദിനം അല്പം ശ്രദ്ധ അനിവാര്യമാണ്. ഗൃഹത്തിൽ ചില പ്രധാന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു ഭാഗ്യവും സാധ്യതയൊക്കെ നാളത്തെ ദിനം കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു പൂജയാവാം, അല്ലെങ്കിൽ ഒരു മംഗളകർമ്മമാകാം, ചിലപ്പോൾ ചില അതിഥികൾ എത്തുന്നതാകാം, അല്ലെങ്കിൽ ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും വരവായിരിക്കാം. ഏതായാലും ഗൃഹത്തിൽ നാളെ നല്ലൊരു ശുഭകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് അവരുടെ വൃശ്ചികം രാശിയിൽപ്പെടുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവ് അവർക്ക് ഭാഗ്യം തന്നെയാണ്. അതേപോലെ തിരിച്ച് ഭർത്താവാണെങ്കിൽ ഭാര്യയും ഭാഗ്യം തന്നെയാണ്. അവരിൽ നിന്നായിരിക്കും ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നാളത്തെ ദിനം മുതൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായി സാധ്യമാകുന്നതാണ്. വൃശ്ചികം രാശിക്കാരായ ആളുകൾ, ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും കലഹമുണ്ടെങ്കിൽ അതൊക്കെ മാറി ഇനി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി പ്രദാനം ചെയ്യുന്ന ഒരു ദിനമാണ് നാളെ വെള്ളിയാഴ്ച. നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെന്നും ഐശ്വര്യം നിലനിൽക്കാനായി കറുകയില്ലേ, കറുകപ്പുല്ല്, അത് എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിലും നിങ്ങൾ അല്പം കറുകപ്പുല്ല് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാനായി ശ്രമിക്കുക. പൂജാമുറിയിൽ വയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ ആരും അലക്ഷ്യമാക്കാതെ, അല്ലെങ്കിൽ എപ്പോഴും വൃത്തികേടില്ലാത്തതായ ശുദ്ധമായ ഒരു സ്ഥലത്ത് വയ്ക്കുക. അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അത് മാറ്റുക. അതേപോലെ വീണ്ടും കറുകപ്പുല്ല് ഇങ്ങനെ കൊണ്ടുവന്ന് ശുദ്ധിയോടുകൂടി വെക്കുന്നത് ഉത്തമമായിരിക്കും. അത് അതുവരെ കാത്തിരിക്കേണ്ട, ഒന്ന് ഉണങ്ങുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അതിനെ മാറ്റിയിട്ട് വീണ്ടും പുതിയ കറുകപ്പുല്ല് വെക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഒരു പിടി മതി, ചെറുതായിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കി, നിങ്ങളുടെ ജീവിതം തന്നെ അതേപോലെ ഒരു പച്ച പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗ്യം നിറയുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാളത്തെ ദിവസം അത് ചെയ്ത് ശ്രമിക്കുക. അതായത് നാളത്തെ ദിവസം ഒരു പ്രത്യേക ഭാഗ്യ ദിനമായതിനാൽ തന്നെ കറുകപ്പുല്ല് വീട്ടിൽ കൊണ്ട് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു ദിനമായിരിക്കും നാളെ.
അപ്പോൾ മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതിയൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. നമ്മൾ ഇവിടെ ഒരു ദിവസഫലമാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നാളത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബന്ധുക്കൾക്കൊപ്പം നല്ലൊരു ദിനം പങ്കിടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചില പിണക്കത്തിലായിരുന്ന ബന്ധുക്കൾ വരെ ഇണങ്ങി നിങ്ങളിലേക്ക് എത്തുകയും അതുവഴി സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ചില സഹപ്രവർത്തകരിൽ നിന്ന് ബുദ്ധിമുട്ടായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അത് മേലുദ്യോഗസ്ഥരുടെ ചെവിയിലെത്തിയാൽ അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് സഹപ്രവർത്തകരിൽ നിന്ന് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രണയിക്കുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രണയബന്ധത്തിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയബന്ധം വഴക്ക് പ്രശ്നങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മധുരം വിതരണം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ പ്രണയബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് വീണ്ടും മധുരം എത്തുന്നതിന്, സന്തോഷമായി മുന്നോട്ട് പോകുന്നതിന് സാധ്യമാകും. കൂട്ടുകാർക്കായാലും അല്പം മധുരങ്ങൾ വിതരണം ചെയ്താൽ നിങ്ങളുടെ പ്രണയബന്ധത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നതായ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് വീണ്ടും സന്തോഷവും സമാധാനവും ഐക്യവും നിങ്ങളിലേക്ക് എത്തുന്നതിന് സാധ്യമാകും. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം കുറച്ച് ധനം കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുവഴി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരുവിധ പരിഹാരം നിങ്ങളെ തേടിയെത്തും. നാളത്തെ ദിവസം വളരെയധികം മാറ്റമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. നിങ്ങളും നാളത്തെ ദിനം നിങ്ങളുടെ വേഷങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾ, നിങ്ങൾക്ക് ഒരു പരിഹാരമായി പറയാനുള്ളത് നാളത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ പുരോഹിതർക്ക്, അതായത് പൂജാരിക്ക് എന്തെങ്കിലും വസ്ത്രം, ഒരു വെള്ളമുണ്ടായാലും ഒക്കെ ദാനം ചെയ്യാനായി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം നാളത്തെ ദിവസം മീനം രാശിക്കാരെ ആളുകൾ തീർച്ചയായും ചെയ്യുക. വളരെയധികം ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെ ആ ഒരു കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. വളരെയധികം ഭാഗ്യം, കുറച്ച് ധനമൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക.